മഗ്നിഫിക്കാത്ത് ഹ്യൂമാനിറ്റാസ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വിശകലനം ചെയ്തതിൻ്റെ തുടർച്ചയാണിത്. അതായത് ലയോ 14 മാർപ്പാപ്പായുടെ സോഷ്യൽ ഡോക്ട്രിനാണ് വാസ്തവത്തിലത്. റേരു നവാരുമിൻ്റെ തുടർച്ച. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവ് ദ്രുതഗതിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ മാർപ്പാപ്പ ലോക ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഈ ചാക്രിക ലേഖനം. ഇപ്പം കൃത്രിമ ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മാനുഷിക മൂല്യങ്ങളും അന്തസ്സും എങ്ങനെ സംരക്ഷിക്കാം? പാപ്പായ്ക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനുഷിക മൂല്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ അന്തസ്സ്, ഇതെങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്ന കാര്യങ്ങൾ. ഈ ലേഖനം മുഴുവനും പെട്ടെന്നൊന്നും പറഞ്ഞ് തീർക്കാനൊന്നും പറ്റിയില്ല, വളരെ ടഫാണ്, നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, സഭയുടെ സാമൂഹിക പ്രബോധനത്തെ അടിസ്ഥാനമാക്കിയ സാങ്കേതിക വിദ്യയും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ധാർമ്മികതയും പണ്ടൊക്കെ നമ്മൾ ധരിച്ചിരുന്ന എന്താ, ഈ ശാസ്ത്രം അങ്ങ് പുരോഗമിച്ച് വരുമ്പോഴത്തേക്കും അവനങ്ങ് കൂടെ ശക്തി ആർജിക്കുകയും ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയും ചെയ്യും എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണ എങ്ങനെയൊക്കെയോ ശാസ്ത്ര ലോകത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇതിൽ നിന്നാണല്ലോ നിരീശ്വരത്വം യുക്തിവാദമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ദൈവത്തെ കൂടി കൂട്ടുപിടിക്കേണ്ട ദൈവത്തിൻ്റെ മഹത്വമായ മനുഷ്യനെ, അവൻ്റെ അന്തസ്സ് സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കൈകാര്യം. അതുകൊണ്ട് ഇവിടെ ഏത് കാര്യം വന്നാലും പുരോഗതിയിൽ ലാഭമല്ല നോക്കേണ്ടത്, പൊതു നന്മയും അതോടൊപ്പം ദരിദ്രരുടെ ഉന്നമനവും, ഇത് രണ്ടും മാർപ്പാപ്പ എടുത്ത് പറയുക. പൊതു നന്മ, അതുപോലെ ദരിദ്രരുടെ ഉന്നമനം. അപ്പം പൊതു നന്മയും ദരിദ്ര ഉന്നമനം നോക്കണമെങ്കിൽ ലാഭം നോക്കിയാൽ ശരിയാവില്ല, മനുഷ്യനെ നോക്കണം. അപ്പോൾ മനുഷ്യൻ്റെ ചിന്താശേഷിയും സ്വാതന്ത്ര്യത്തെയും യന്ത്രങ്ങൾ കീഴടക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ലോകം കെട്ടിപ്പടുത്താൻ നമ്മൾ തകർന്നു പോകും. യന്ത്രങ്ങൾക്ക് അടിയറ വയ്ക്കാനുള്ളതല്ല മനുഷ്യ ചിന്താശക്തിയും അവൻ്റെ സ്വാതന്ത്ര്യവും. അതുകൊണ്ട് ഈ അറിവിനേക്കാൾ ഉപരി മനുഷ്യൻ്റെ അറിവ് പവറാണ്, നോളജ് ഇസ് പവർ. അറിവിനേക്കാൾ സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു സംസ്കാരം വളർത്തിയെടുക്കാനാണ് പാപ്പ ആഹ്വാനം ചെയ്തത്. സ്നേഹത്തിലും സാഹോദര്യത്തിലും അടിസ്ഥാനമായ ഇന്ത്യയിലെ ടെക്നോളജി വളർന്നാൽ എന്താ? സ്നേഹം ഇല്ലെങ്കിൽ ഇപ്പം എന്താ അർത്ഥമാണുള്ളത്? ഒരു കാര്യത്തിലും അർത്ഥം ഉണ്ടായില്ല, ശൂന്യതാബോധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിവേഗം വളർന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ അന്തസ്സും മൂല്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ലയോ പാപ്പ തൻ്റെ ലേഖനം അത് ഒരു മാർഗദർശനമായി നമുക്ക് നൽകിയിരിക്കുന്ന തമ്പുരാൻ്റെ കൃപയിൽ പരിശുദ്ധാത്മാവെന്ന് കടന്നു വരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. ഇപ്പോൾ മനുഷ്യ വ്യക്തിയുടെ അന്തസ്സിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. അതുകൊണ്ട് ഓരോ മനുഷ്യനും ദൈവികമായ അന്തസ്സ് അവന് ജന്മനാ ലഭിച്ചതാണ്, അല്ലാതെ വളർത്തിയെടുത്തതാണ്. ജന്മനാ ലഭിച്ചാണ് എൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത്. അത് കഴിവിൻ്റെയോ അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമതയുടെയോ തോതനുസരിച്ച് ഉണ്ടായതൊന്നുമല്ല, ജന്മനാ ലഭിച്ചിരിക്കുക. അതുകൊണ്ടാണ് ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ അന്തസ്സിനെ ഉയർത്തിക്കാട്ടുന്ന തിരുവചന ഭാഗങ്ങളാണത്. അപ്പോൾ എന്നത് ഒരു ഉപകരണം മാത്രമാണ്. ആ വിധത്തിൽ നമ്മൾ കാണാൻ കഴിയണം. അതൊരു ഉപകരണം മാത്രമാണ്. അതിന് മനുഷ്യൻ പോലെ അനുഭവ സമ്പത്തോ സ്നേഹമോ മനസ്സാക്ഷിയോ ഒന്നും ഈ യന്ത്രത്തിനില്ലെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ മുഴുവനും ആ യന്ത്രത്തിനങ്ങോട്ട് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വിധത്തിലുള്ള അടിമത്തമായിട്ട് മാറും. അപ്പോൾ സഭയുടെ സാമൂഹ്യ പ്രബോധനം, സോഷ്യൽ ഡോക്ട്രിനും വ്യത്യസ്ത സാഹചര്യം എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതും ഈ ലേഖനം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഓരോ രാജ്യവും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സോഷ്യൽ ഡോക്ട്രിൻ പൊതു പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു. ഓരോ സ്ഥലത്തും അതെങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് ആ സ്ഥലത്തുള്ള ആൾക്കാരാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ കേവല നിയമങ്ങളൊരു സമാഹാരമൊന്നുമല്ല സോഷ്യൽ ഡോക്ട്രിൻ എന്ന് പറയും. 10 കൽപ്പന പോലെയല്ല, അത് നിയമങ്ങളാണ്. ഇതങ്ങനെയല്ല. ഇത് ചരിത്രവുമായിട്ട് സംവദിക്കുന്ന ഒരു ജീവനുള്ള പ്രക്രിയയായിട്ടാണ് ഇതിനെ കാണുന്നത്. ചരിത്ര സാഹചര്യങ്ങളുമായിട്ട് സംവദിക്കുന്ന, ബന്ധപ്പെട്ടുന്ന, ഇൻ്ററാക്ട് ചെയ്യുന്ന ഒരു ജീവനുള്ള പ്രക്രിയയായിട്ട്. അപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഇത് വ്യാഖ്യാനിക്കേണ്ടത്. പ്രാദേശികമാകുമ്പോൾ അതിൻ്റെതായ പ്രത്യേക വ്യാഖ്യാനം ഉണ്ടാകും. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ചരിത്രപരവും സാമൂഹികവുമായ സാഹചര്യങ്ങൾക്കും ആയതിനാൽ എല്ലാ സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ഉത്തരം ഒരിക്കലും നമുക്ക് നൽകാൻ പറ്റില്ല, അപ്രായോഗികമാണ്. എല്ലാത്തിനും ഒരു ഉത്തരം പെട്ടെന്ന് നൽകാൻ പറ്റില്ല, ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തമായിരിക്കും. ഇത് വളരെ ഇച്ചിരി ഡ്രൈ ആണ്, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എങ്കിലും വളരെ ആഴമായ
സത്യങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രബോധന രേഖയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ധ്യാനിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ട് ഓരോ ക്രൈസ്തവ സമൂഹവും തങ്ങളുടെ രാജ്യത്തെ യാഥാർത്ഥ്യങ്ങളെ വ്യക്തതയോടും ഉത്തരവാദിത്തോടും കൂടി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഇന്ന് നമ്മുടെ ചരിത്രപരതയിൽ കാണുന്ന നമ്മുടെ പ്രത്യേക സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അല്പം നെഗറ്റീവാണ്. വർഗീയത എന്ന് പറയുന്നത് കണ്ടമാനം വളർന്നു വരുന്ന ഒരു സാഹചര്യം. മതത്തെ ഒരു ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ അധികാരം കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ശക്തികൾ, മതത്തിൻ്റെ ആന്തരികതയൊന്നും അവർക്ക് പ്രശ്നമല്ല. അത് ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളുടെ വോട്ട് വാങ്ങി ഭരണത്തിലേറി ഭരണം നടത്തുക എന്നുള്ളതല്ലാതെ അപ്പുറത്തോട്ടുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. അപ്പം അതിനാൽ ഓരോ സമൂഹവും അവിടുത്തെ വിവേചനം അനുസരിച്ച് കൂട്ടായ വിവേചനം, സോഷ്യൽ ഡിസൈൻമെൻറ്റ്, സാമൂഹിക പ്രബോധനം എന്നത് നടപ്പിലാക്കാനായിട്ട് അങ്ങനെ ഇതൊരു കൈപ്പുസ്തകമൊന്നുമല്ല ഇത്, മറിച്ചത് സുവിശേഷ സത്യങ്ങളുടെ ചരിത്രപരമായ ചോദ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു വിവേചന പ്രക്രിയയായിട്ട് വേണം കാണാൻ. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് തന്നെയാണ്, മനുഷ്യൻ്റെ മഹത്വം, അതിൻ്റെ സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ട ഒരു സംഗതിയാണ്. പല രാജ്യങ്ങളിലും ഈ സ്വാതന്ത്ര്യം കണ്ടമാനമായിട്ട് ചൂഷണം ചെയ്യപ്പെടുകയും അടിമയാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന പണ്ട് അടിമ വ്യവസ്ഥ നിലനിന്നിരുന്നല്ലോ. അപ്പോൾ അന്ന് നിലനിന്ന അടിമ വ്യവസ്ഥിതി ഒന്ന് ശാരീരികമാണെന്ന് പറയുന്നത്, അതിനേക്കാൾ കട്ടിയായിട്ടാണ് മനസ്സിനെ സ്വാധീനപ്പെടുത്തുന്ന അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് കാലത്തിന് അടയാളങ്ങളെ സുവിശേഷ വെളിച്ചത്തിൽ തിരിച്ചറിയാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശാസ്ത്രവുമായുള്ള സംവാദം, തത്വശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെയൊക്കെ സഹായം ആധുനിക സാഹചര്യങ്ങളെ വിശകലനം ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. നമ്മൾ എല്ലാ ശാസ്ത്രങ്ങളെയും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് എല്ലാ കാലത്തും സഭയ്ക്കുള്ളത്. ശാസ്ത്രസത്യങ്ങളെ ഒന്നിനെയും മറച്ചു വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ശാസ്ത്ര സത്യങ്ങളെ അതോടി ചെന്ന് മനുഷ്യ അന്തസ്സും മനുഷ്യൻ്റെ ലക്ഷ്യവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും കൂട്ടിച്ചേർത്ത് വായിക്കണമെന്ന് മാത്രമേ സഭ ആവശ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചലനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ, അതുകൊണ്ട് ഈ സാമൂഹ്യ ശാസ്ത്രങ്ങളൊക്കെ ഇപ്പോൾ പ്രയോജനപ്പെടും. ഒത്തിരി വളർന്നല്ലോ. ഒരുപാട് സൈക്കോളജിയുടെ രംഗം ഒരുപാട് വളർന്നു, മനുഷ്യൻ്റെ ലൈംഗിക ശാസ്ത്രം ഒരുപാട് വളർന്നു. പരസ്യമായ ലൈംഗിക രാജ്യത്തിലേ പോകുന്ന വേറൊരു ഭാഗം. പക്ഷേ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശത്തോട് നമുക്ക് കാണുമ്പോൾ നമ്മൾ ഒത്തിരി വളർച്ച ഉണ്ടായിട്ടുണ്ട് പണ്ട് കാലഘട്ടങ്ങളിലേക്കായാലും. അതുപോലെ തന്നെ മനുഷ്യ അന്തസ്സ്, അതുപോലെ തന്നെ അതായിരിക്കും മാനദണ്ഡം എന്ന് പറയും. മനുഷ്യൻ്റെ അന്തസ്സും സാഹചര്യങ്ങൾ മാറുമ്പോഴും അതുപോലെ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനം മനുഷ്യൻ തന്നെയാണ്. അവൻ്റെ അന്തസ്സും പൊതു നന്മയുമായിരിക്കേണ്ട. സബ്സിഡിയാരിറ്റി, ഐക്യദാർഢ്യം എന്നുള്ള സുപ്രധാന തത്വങ്ങൾ. സബ്സിഡിയാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു അധികാരിയാണെന്ന് വിചാരിക്കുക. ഞാൻ അധികാരം കൈകാര്യം ചെയ്യേണ്ടത് എൻ്റെ ഇഷ്ടം അനുസരിച്ച്, എൻ്റെ മനസ്സനുസരിച്ച് ആവാൻ പാടില്ല. ചില പൊതു പ്രമാണങ്ങളും തത്വങ്ങളും അനുസരിച്ച് എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകളോട് ഷെയർ ചെയ്യണം. ഇതാ സബ്സിഡിയാരിറ്റി എന്ന് പറയണം. ഇതിനകത്ത് ഇടവകയിൽ വികാരിയാണ്, ആ വികാരി തനിച്ച് എന്നാ ചെയ്യാനാ? അതേ ഷെയർ ചെയ്യണം. അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഷെയർ ചെയ്യും. അതുപോലെ കൈക്കാരന്മാർ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം പങ്കാളിത്തം നിർവഹിക്കും. അത് ഏൽപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളർച്ചയെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയാണ്. അതിനെ സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഐക്യത. അതുപോലെ തന്നെ സോളിഡാരിറ്റി ഐക്യദാർഢ്യം, മറ്റേ സബ്സിഡിയാരിറ്റിയാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് പോകണം. ഒന്ന് ഒന്നിപ്പിച്ച് നിർത്താനുള്ള കഴിവ് സമൂഹത്തിൽ പലപ്പോഴും നമുക്ക് ഒന്നിപ്പിച്ച് നിർത്താനാണ് ശ്രമിക്കേണ്ടത്, വിഭജിപ്പിച്ച് നിർത്താനല്ല. പല ആൾക്കാരും വിഭജിച്ച് മുതലെടുക്കാൻ ശ്രമിക്കും, പക്ഷേ അവിടെ നന്മ വളരില്ല, തിന്മയെ വളരുകയും. ഒന്നിപ്പിച്ച് നിർത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ സാങ്കേതിക മനുഷ്യനെ തേടി വരുന്നുണ്ടോ, അതോ പുരോഗതിയിലേക്ക് നയിക്കുന്നതാണോ എന്ന് അത് നമ്മൾ പരിശോധിക്കണം. ഈ സാങ്കേതിക വിദ്യ എന്ത് വന്നാലും ശരി, അടുത്ത ഘട്ടത്തിലേക്ക് അല്പം കൂടി പുരോഗതിയിലേക്ക് നയിക്കുന്നത് പരിശോധിക്കണം. അപ്പം അത് വിശ്വാസ വെളിച്ചത്തിലൂടെയാണ് ഈ ചരിത്ര വായന നടക്കേണ്ടത്. ചരിത്രത്തിലുടനീളം സഭയുടെ പ്രബോധനങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങൾ, റെസ് നോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രതികരിക്കാത്ത അല്ലെങ്കിൽ പ്രതികരിച്ചാണ് വളർന്നിട്ടുള്ളത്. പുതിയ കാര്യങ്ങൾ, ചരിത്രത്തിൽ സംഭവിക്കുന്ന പുതിയ കാര്യങ്ങൾ പ്രതികരിച്ചാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് സുവിശേഷ സത്യങ്ങൾ, അതിനുള്ള വിശ്വസ്തത അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോ തലമുറയുടെയും വെല്ലുവിളികളെ നേരിടാൻ പ്രബോധനങ്ങളെ ക്രിയാത്മകമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയും. വ്യാഖ്യാനിക്കാതെ നടപ്പിലാക്കുന്ന രീതി നിശ്ചയിക്കാമെന്നുള്ളതാണ് വ്യാഖ്യാനം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ചുരുക്കത്തിൽ സുവിശേഷ മൂല്യങ്ങളെ വേരൂന്നിക്കൊണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷ സാഹചര്യങ്ങളും രാഷ്ട്രീയ അറിവുകളും പരിശോധിച്ചുകൊണ്ട് ഇന്നത്തെ സംവാദങ്ങളിലൂടെ, വിവേചനത്തിലൂടെ ഇന്നത്തെ മൂല്യ പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക പ്രബോധനങ്ങളെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയണം. പാപ്പാവ് ആഗ്രഹിക്കുന്ന എന്താ? മനുഷ്യന് നന്മ, എല്ലാ മനുഷ്യൻ്റെയും നന്മ.
എല്ലാ വിഭാഗങ്ങളുടെയും നന്മ, എല്ലാ തരത്തിലുള്ളവരെയും ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായില്ല എങ്കിൽ ഈ വേർതിരികളും ഈ വർഗീയ വേർതിരികൾ അത് ഭയങ്കര കഠിനമാണത്. അത് മനുഷ്യനെ കൊല്ലുന്നതാണ്. മറ്റേതെങ്കിലും വേർതിരികൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഉത്തരവാദിത്വത്തിന് സുതാര്യത, AI എന്ന് പറയുമ്പോൾ അതിന് സ്വന്തമായിട്ട് യന്ത്രത്തിന് ഉത്തരവാദിത്വത്തില്ല, മനുഷ്യനുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ആ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്നതിലും കൃത്യമായ ഉത്തരവാദിത്വം, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതിന് പ്രാധാന്യം കൊടുക്കും. യന്ത്രത്തിന് എവിടെയായിരിക്കണം അക്കൗണ്ടബിലിറ്റി? യന്ത്രം മനുഷ്യൻ പറയുന്നത് ചലിക്കും, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സുപ്രമായ തീരുമാനങ്ങൾ യന്ത്രത്തിന് വിട്ടു കൊടുക്കാൻ പാടില്ല, അത് മനുഷ്യനെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ, ജോലിയെ സംബന്ധിച്ച്, ആരോഗ്യത്തെ സംബന്ധിച്ച്, നിയമത്തെ സംബന്ധിച്ച്, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് തീരുമാനം യന്ത്രങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, അത് മനുഷ്യനെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാങ്കേതിക മാറ്റങ്ങളും മനുഷ്യ മനസ്സാക്ഷിയുടെ തീരുമാനങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അത് കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ്. മനുഷ്യനെയാണ് കൈകാര്യം ചെയ്യുന്നത്. മെഡിക്കൽ എത്തിക്സ് പറയാവുന്നത് യു ആർ ഹാൻഡ്ലിങ് ഹ്യൂമൻ പേഴ്സൺ, നോട്ട് എ ഹ്യൂമൻ ബോഡി. യു ആർ ഹാൻഡ്ലിങ് എ ഹ്യൂമൻ പേഴ്സൺ, അത് വളരെ ഗൗരവമായ സത്യമാണ്. എന്ന് പറഞ്ഞതുപോലെ നോട്ട് എ ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ ബോഡി ഒരു മെറ്റീരിയൽ വസ്തുവായിട്ട് കാണാൻ പാടില്ല, ഒരു പേഴ്സണാണ്. അപ്പം അതുകൊണ്ട് പൊതു നന്മയും തുല്യനീതിയും അത് വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. ഡിജിറ്റൽ സമ്പത്തും വിവരങ്ങളും ഡേറ്റയും ഒക്കെ അതിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും പങ്കുവയ്ക്കേണ്ടത്, അതിൻ്റെ കുത്തക മാത്രം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. സാങ്കേതിക വിദ്യ, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊക്കെ പൊതു നന്മയ്ക്കുള്ള വസ്തുക്കളായിട്ടാണ്. എല്ലാവർക്കും അതിൻ്റെ തുല്യ അവകാശം ഉണ്ടാകേണ്ടതാണ്. തൊഴിലിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇപ്പം വരാൻ പോകുന്നു AI ഇങ്ങ് കടന്നു വന്നു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ്റെ ആവശ്യമില്ല, ഇതേ യന്ത്രം തന്നെ ചെയ്തുകൊള്ളും. യന്ത്രം തന്നെ എല്ലാം ചെയ്തോളും എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ തൊഴിലിൻ്റെ മാഹാത്മ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ആ തൊഴിൽ മേഖലകൾ മാറ്റം വരുത്തും മനുഷ്യൻ്റെ ജോലിയെ ഇല്ലാതാക്കുന്നതിനോ അതിന് അല്ലെങ്കിൽ അതിനെ കീഴിലാക്കുന്നതിനോ കാരണമാകരുത്, യന്ത്രത്തിന് കീഴിലാക്കാനായിട്ട് കാരണമാകരുത്. കാരണം തൊഴിലെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വരുമാന മാർഗം മാത്രമല്ല. മനുഷ്യൻ അങ്ങനെ ധരിച്ചിരിക്കും, വരുമാന മാത്രം മാർഗമല്ല, അത് വ്യക്തിയുടെ സ്വത്വവും സർഗാത്മകതയും പ്രകടിപ്പിക്കാനുള്ള വഴി കൂടിയാണ്. തൊഴിലെന്ന് പറയുന്നത് ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രകാശനമാണ് ഈ തൊഴിൽ എന്ന് പറയുന്നത്. പ്രാബല്യത്തിൽ അതിനാൽ സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ അധ്വാനത്തെ സഹായിക്കുന്നതായിരിക്കണം, അല്ലാതെ അധ്വാനത്തെ പകരമല്ല സാങ്കേതിക വിദ്യ. ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ഇത് കണ്ടമാനം കടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് പ്രത്യേകിച്ച് സംസ്ഥാന തലത്തിൽ അതിൻ്റെ കാഴ്ചപ്പാട് പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അപകടം വരാൻ പോകുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി സൂചന നൽകുന്ന പരിശുദ്ധ പിതാവിൻ്റെ ഈ വാസ്തവം പറഞ്ഞ എല്ലാ രാഷ്ട്രീയക്കാരും വായിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണിത്. അതുപോലെ സഭ തൻ്റെ പ്രബോധനങ്ങൾ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന തത്വങ്ങൾ അപ്പോൾ സ്വന്തം ഘടനയ്ക്കുള്ളിൽ എത്രത്തോളം പ്രാപ്തിയമാക്കുന്നതോടെ എപ്പോൾ കൂടെ പരിശോധിക്കുന്നുണ്ട്. സഭ ഇത് വയ്ക്കുമ്പോൾ സഭയെ മാറ്റി നിർത്തിയിട്ടില്ല, സഭയ്ക്കുള്ളിൽ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ള ആത്മശോധന കൂടി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്വന്തം ഘടനയിലെ തത്വങ്ങളുടെ പ്രയോഗം. ഇപ്പോൾ സഭയാകുന്ന അല്ലെങ്കിൽ സഭ ആകുന്ന ആ ഒരു സംവിധാനത്തിന് അവിടെ നന്മയും സോളിഡാരിറ്റിയും ഐക്യദാർഢ്യവും അതുപോലെ നീതി തുടങ്ങിയ തത്വങ്ങൾ എങ്ങനെയാണ് സ്ഥാപനങ്ങളും ഭരണ സംവിധാനങ്ങളും നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാനുള്ള ആത്മശോധനയും ആവശ്യമാണെന്ന് പാപ്പ പറയുന്നു. അത് നമ്മളിത് പറഞ്ഞു വയ്ക്കുകയല്ല, മറ്റുള്ളവരെ ഉപദേശിക്കാനല്ല, സഭയ്ക്കകത്ത് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ സോളിഡാരിറ്റിയും സബ്സിഡിയാരിറ്റിയും എന്നൊക്കെ പറയുന്നത് അധികാരം വെസ്റ്റ് ചെയ്യുന്നു, അതിലേക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒരാളധികം ഉദാഹരണം പറഞ്ഞാൽ ഒരു സഭയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു രൂപതയാണ്. ആ രൂപതയുടെ പരമാധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു അധ്യക്ഷൻ എന്ന് പറയുന്ന ആളിനെയാണ് അധികാരങ്ങൾ നമുക്ക് നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നത്, നിർത്തിയിരിക്കുന്നത്. പക്ഷെ ആ അധ്യക്ഷൻ വിചാരിക്കുക ഞാൻ വിചാരിക്കുന്നതെല്ലാം നടന്നോണം, ഞാൻ പറയുന്നതെല്ലാം കേട്ടോണം എന്നാ വിചാരിക്കുന്നത്, പൊട്ടിപ്പോയി. ഇനിയുള്ള ഘട്ടങ്ങൾ നടക്കാനും പോകുന്നില്ല, വെറുതെ റിബൽസിനെ ക്രിയേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അവിടെയാണ് സബ്സിഡിയാരിറ്റി എന്ന് പറയുന്നത്. ചേർത്ത് നിർത്താൻ കഴിയണം അധികാരം കൈയാളുന്ന ആളിന്. അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള വ്യക്തിയെ പോലും, ദൗർബല്യം അല്ലെങ്കിൽ ദുർബലം എന്ന് വിചാരിക്കുന്ന ഘടകത്തെ പോലും ചേർത്ത് നിർത്തുന്നതിലുള്ള വിജയമാണ് ഈ അധികാരിയുടെ വിജയം എന്ന് പറയും. അപ്പോൾ അത് മഹനീയമാണ്, അത് മഹത്തരമാണ്, ഒത്തിരി നന്മ പുറപ്പെടുക എല്ലാ തലങ്ങളിലും. ഒരു രൂപത എന്ന് പറയുന്ന അധ്യക്ഷനാണെങ്കിൽ മറ്റെല്ലാ ഘടകങ്ങളും തന്നെ ഓരോ സ്ഥാപനത്തിനെയും തലപ്പത്തിരിക്കുന്നത് ഓർക്കണം. ഞാൻ തന്നെയും തനിച്ചൊന്നും ഒരു സ്ഥാപനം കൊണ്ടുപോകില്ല, നമുക്ക് കൂടെയുള്ളവരുടെ സഹായം അനിവാര്യമായ കാര്യമാണ്. അതെന്ന് പറയുന്നത് അവർ സ്നേഹിച്ച് അവരെ കൂടെ നിർത്താൻ കഴിയണം, സഹകരിപ്പിക്കാൻ കഴിയണം. ഒരു കീഴ് ജീവനക്കാരെ പോലെയല്ല, തുല്യത അംഗീകരിച്ചുകൊണ്ട് വേണം കൊണ്ടുപോകാനായി. നാം ഒരു കോർഡിനേറ്ററാണ്, ഒരു ലിങ്കായിട്ട് നിൽക്കുക, അവരുടെ നന്മകളെല്ലാം ഒന്നിച്ച് ചേർക്കുന്ന ജോലിയാണ്. അതിന് സബ്സിഡിയാരിറ്റി എന്ന് പറയുന്നത്, സോളിഡാരിറ്റി എന്ന് അവരുടെ ഉമ്മകളുടെ ഐക്യദാർഢ്യം എന്ന് പറയും.
അതുകൊണ്ടൊരു സിനഡൽ സമീപനം ആവശ്യമാണ്. ഇപ്പം പറയുന്നുണ്ടല്ലോ സിനഡൽ സമീപനം വേണമെന്ന് ഫ്രാൻസിസ് പാപ്പ പറയും. അത് ഇവിടെ ഏറ്റവും ആവർത്തിക്കുക. അപ്പോൾ പൊതുവെ നന്മ എന്നത് സുതാര്യതയിലും ഉത്തരവാദിത്വത്തിലുമുള്ള സിനഡൽ സമീപനമാണ്. അതാണ് വിഭാവനം ചെയ്യുന്നത്. അതാണ് നന്മ. സിനഡൽ എന്ന് പറഞ്ഞാൽ എന്താ? സിൻ ഓദൂസ്. ഓദൂസ് എന്ന് പറയുമ്പോൾ ഷെൻ ബീറ്റ് ഒരേ വഴിയിൽ ഒന്നിച്ച് നടക്കുന്നതാണ് സിനഡ് എന്ന് പറയും. നമ്മളത് ഉപയോഗിച്ച് സിനഡ് എന്ന് പറയുമ്പോഴത്തേക്കും മെത്രാന്മാർ ഒരു സംഘമായിട്ട് മാത്രം പരിമിതപ്പെടുത്തരുത്. നമ്മൾ ഇടപെടുന്ന രംഗത്ത് ജനങ്ങൾ കൂടെ ഒന്നിച്ച് നടക്കുക, അവരെ ഒന്നിച്ച് കൊണ്ടുപോവുക, ഇതായിട്ടും അതാണ് സിനഡൽ സമീപനം എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡാരിറ്റി ഭരണക്രമത്തിലുണ്ടാകണം. സഭാ ഭരണത്തിലും മജപാലന ജീവിതത്തിലും ഒക്കെ സബ്സിഡിയാരിറ്റി ഒരു മാർഗരേഖയായി മാറേണ്ടതാണ്. വിശ്വാസത്തിൻ്റെയും കഴിവിൻ്റെയും ഉത്തരവാദിത്തങ്ങളെയും അംഗീകരിക്കുക. എല്ലാ കാര്യങ്ങളും മേൽഘടകങ്ങൾ ഇടപെടുന്നത് പിതൃമേധാവിത്വത്തോടെ പിതൃമേധാവിത്വത്തോടുകൂടി ആകാൻ പാടില്ല. ഈ മനോഭാവം ഒഴിവാക്കി അജപാലന സ്വാതന്ത്ര്യം ഉറവാക്കും. ഉദാഹരണം പറയാം. ഒരു ഇടവകയിലെ ഒരു വികാരി, ഒരു വലിയ ഇടവകയാണെന്ന് വിചാരിച്ചു. ആ വികാരിയിലാണ് ആ ഇടവകയുടെ ശുശ്രൂഷ സംവിധാനത്തിൻ്റെ അധികാരം നിക്ഷേപിക്കപ്പെട്ടിരിക്കും. അവിടെയാണ് അത് ഞാനാണ് എല്ലാത്തിൻ്റെയും അധികാരി, ഞാൻ തന്നെ എല്ലായിടത്തും ചെല്ലണം, ഞാനാണ് ചില അച്ഛന്മാർ എല്ലാ പ്രസ്ഥാനങ്ങളുടെ ഡയറക്ടർ ഞാനാണ്. ദേശമായിട്ട് 2-3 അസിസ്റ്റൻസിനെ കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല. അവർ ചെയ്യുന്നത് മറ്റു കാര്യങ്ങളൊന്നും ചെയ്തോണം, ഒരു കാര്യം പോലും വിട്ടുകൊടുക്കുകയില്ല. ആ അവസ്ഥ എന്ന് പറയുന്നതാണ് പിതൃമേധാവിത്വം എന്ന് പാപ്പ ഉപയോഗിച്ചിട്ട്. അത് പാടില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും ശരി, ശുശ്രൂഷാധികാരം പങ്കുവെച്ച് കൊടുത്തു കഴിയുമ്പം അവർക്ക് ഉത്തരവാദിത്വ ബോധമുണ്ടായി, അക്കൗണ്ടബിലിറ്റി ഉണ്ടായി. അപ്പോൾ ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും സമന്മാരിൽ പ്രധാനി എന്ന നിലയിൽ ഈ അധികാരി നിൽക്കുക. സമന്മാരിൽ പ്രധാനിയാണ്, അല്ലാണ്ട് എല്ലാവരെയും ഭരിക്കുന്ന ഒരു അധികാരിയല്ല. അങ്ങനെ കാനൻ നിയമം വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുക. അങ്ങനെയൊന്നുമല്ല, നടപ്പാകുന്ന കാര്യമില്ല. സമന്മാരിൽ പ്രധാനി എന്ന നിലയിൽ ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരു പ്രസ്ഥാനം വിജയിക്കും. എന്തായാലും ശരി, ഒരു ഹോസ്പിറ്റൽ എടുക്കുക, ഒരാശുപത്രി നന്നായിട്ട് വിജയിക്കുന്ന അങ്ങനെ അതിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം സഹകരിക്കാൻ വെച്ചിരിക്കുക മറ്റു 3-4 വ്യക്തികൾക്കാണ് ടോപ്പിൽ. അവർ ഒന്നിച്ച് ചേർത്ത് നിർത്തുന്നതല്ല വിജയമാണ്. അതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നോക്കിക്കോ, ഏതൊരു ഹോസ്പിറ്റലുകളുടെയും വിജയം എടുത്ത് നോക്കിക്കുക, അതിൻ്റെ വിജയം പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നേരെ മറിച്ച് ആരെയും സഹകരിപ്പിക്കുകയില്ല. ഞാൻ പറഞ്ഞ കേട്ടോ, മറ്റധികാരികളൊക്കെ കീഴ്ജീവനക്കാരൊക്കെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ പോലും ഒരുമാതിരി അടികളെ കരുതാക്കുന്നവർക്ക് ഒരിക്കലും വളരുകയില്ല. ഭിന്നതയുണ്ടാകും, അവിടെ ശക്തി ഉണ്ടാകില്ല, അവിടെ ഊർജം വരികയില്ല, മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവില്ലാണ്ട് പോകും. ആ കാര്യം നമ്മൾ ഇതാണ് വളരെ ഗൗരവമായിട്ട്. തീരുമാനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണം. തീരുമാനങ്ങൾ വരുമ്പോൾ പല അവസരം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ തീരുമാനം ആരെടുത്താൽ എവിടെ എടുത്തൊന്നുമില്ല, എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അതുകൊണ്ട് നീതിയുടെയും വിശുദ്ധീകരണത്തിനെയും പാഠം. അതുകൊണ്ട് സഭയ്ക്കുള്ളിലെ ബന്ധങ്ങളെയും ഘടനകളെയും അസമത്വം, സുതാര്യമില്ലായ്മ, അധികാര ദുർവിധി എന്നിവയിൽ നിന്ന് ശുദ്ധീകരിക്കണം. കണ്ടോ, പറഞ്ഞു വെച്ചിട്ട് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുക. സഭയിലെ അധികാര വിനിയോഗങ്ങളിൽ നിന്ന് അസമത്വം, സുതാര്യത ഇല്ലായ്മ, അധികാര ദുർഗതി എന്നതൊക്കെ വിമുക്തമാക്കണമെന്ന് പറയും. വളരെ സുതാര്യമായിരിക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഇത് കൈയാളുകയാണെങ്കിൽ, ഇത് വാസ്തവത്തിൽ നമ്മൾ മെഡിറ്റേഷൻ വിധേയമാക്കി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ആദ്യം വരേണ്ട സഭയിൽ തന്നെയാണ്. സഭയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മറ്റുള്ളവർ വരാൻ പറയും. മനുഷ്യകുലത്തിൽ, സമൂഹത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ് എന്ന്. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അധികാരം എന്നത് അത് സേവനത്തിനുള്ളതാണ്. പണ്ട് പരിശുദ്ധ പിതാവ് ജോൺ പോൾ II മാർപ്പാപ്പയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്നറിയോ, അയാം ഒളിതപ്പോ കേട്ടാത്തൊന്നും എന്താ, ഞാൻ വെറും മാർപ്പാപ്പ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല സഭയെ കൊണ്ടുപോകുന്നത്, സഭ കർത്താവിൻ്റെതാണ്, സഭ നിയോഗിച്ചിട്ടാണ് എല്ലാവരും കൂടി ചേർന്നാണ് പോകുന്നതിൻ്റെ അർത്ഥം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് ശക്തമായിട്ട് നിലനിന്നിരുന്നത്. അപ്പം അധികാരത്തിൻ്റെയോ ആത്മീയതയുടെയോ ലൈംഗികതയുടെയോ മേഖലകളിലും ഇനി ആരെങ്കിലും പീഡനങ്ങൾക്ക് ഇരയാകുകയാണെങ്കിൽ അതിൻ്റെ നിലവുകളെ ശ്രദ്ധിച്ച് നീതിയുടെ വഴിയിൽ കൊണ്ടുവരുന്ന അവിഭാജ്യമായ കാര്യമാണ്. ഇവിടെ ഒന്നും നമുക്ക് ഒളിച്ചു വെക്കാനില്ല. നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ചുമതലപ്പെട്ട ആളുടെ ഭാഗത്ത് ലൈംഗിക വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ ഒളിച്ചു വെക്കാൻ പറ്റില്ല. അത് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് പരിഹാരം ചെയ്യണം. അല്ലാതെ ഒളിച്ചു വെച്ചിട്ട് എല്ലാം പൊതിഞ്ഞു മൂടി കെട്ടിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും പിന്നെ അപകടം ഉണ്ടാവുകയും ചെയ്യും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ വിലയിരുത്തൽ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം. മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ആ ഉത്തരവാദിത്തങ്ങളുടെ വിലയിരുത്തൽ എല്ലാ തലങ്ങളിലും ആവശ്യമാണ്. അങ്ങനെയാണല്ലോ നല്ല സംവിധാനങ്ങളിപ്പോൾ അങ്ങനെ എപ്പോഴും നമുക്ക് കാണുന്നതല്ലേ. വലിയ 9 ഹോസ്പിറ്റലുകളൊക്കെ നമുക്ക് തന്നെ ഉണ്ടല്ലോ. അവർ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും വൈകിട്ട് ഒന്നിച്ച് കൂടുന്നുണ്ട്, എല്ലാ ആഴ്ചയിലും കൂടുന്നുണ്ട്.
ഒരു മേലത്തിട്ട് കീഴിലുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് സാന്നിധ്യത്തിൽ കൂടുന്നുണ്ട്. അങ്ങനെ കൂടി വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. അത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് ഇടവേളകളിൽ അത് വ്യക്തികളെ വിധിക്കാനൊന്നും അല്ല കൂടുന്നത്, മികച്ച രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള വഴി തേടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഭവങ്ങളുടെ പങ്കുവയ്ക്കൽ ഏറ്റവും പ്രധാനമാണ്. സഭയുടെ വിഭവങ്ങൾ ആർക്കും അത് കുറവില്ലാത്ത രീതിയിൽ പങ്കുവയ്ക്കാനായിട്ട് സഭയുടെ ഭരണം ഏറ്റ് അത് എല്ലാ ദരിദ്രരിലേക്കും സുവിശേഷം ചെല്ലത്തക്ക രീതിയിൽ ഉപയോഗിക്കാൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആദർശവും യാഥാർത്ഥ്യവും രണ്ടും രണ്ടാണ്. ആദർശം പറയാനൊക്കെ കൊള്ളാം, പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബന്ധങ്ങൾ യാഥാർത്ഥ്യത്തിൽ ഇത് നിറഞ്ഞെങ്കിൽ മാത്രമേ ഫലമുണ്ടാകുള്ളൂ. അപ്പം സഭ പ്രഘോഷിക്കുന്ന നീതിയും സാഹോദര്യവും കേവലം ഒരു ആദർശമല്ല, അത് സഭയ്ക്കുള്ളിൽ തന്നെ ജീവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ആദർശമായിട്ടല്ല കാണാൻ, ജീവിക്കേണ്ട യാഥാർത്ഥ്യമായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് അത് തിരിച്ചറിയാനാണ് ഈ സാമൂഹിക പ്രബോധനങ്ങൾ നമ്മളെ സഹായിക്കുക. പാപ്പ ആഗ്രഹിക്കുന്ന ഈ ഡോക്യുമെൻറ്റേഷനൊക്കെ ഇത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള സഹായക സൂചനയായിട്ടാണ്. അതുകൊണ്ട് ഈ ജനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ മാത്രമേ ലോകത്തിന് മുമ്പിൽ നമുക്ക് വിശ്വസനീയമായ സാക്ഷി നൽകാൻ പറ്റുള്ളൂ. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ചെങ്കിൽ മാത്രമേ, ആ പ്രേരണയ്ക്ക് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാകുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസവും അതായത് അതിൻ്റെ പ്രബോധനങ്ങളും ഒക്കെ ഡിജിറ്റൽ യുഗത്തിൽ അത് തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാനുള്ള ശരിയായ ഒരു എഡ്യൂക്കേഷൻ അലയൻസ്, മാപ്പ ഉപയോഗിക്കുന്ന വാക്കിതാണ് ഈ എഡ്യൂക്കേഷൻ അലയൻസ്, വേണമെങ്കിൽ വിദ്യാഭ്യാസ സഖ്യം എന്ന് പറയാം, അത് രൂപീകരിക്കേണ്ടതുണ്ട്. തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യയെ വിമർശനാത്മകമായ വിധം അത് സമീപിക്കാനും സത്യത്തെ സ്നേഹിക്കാനും ഡിജിറ്റൽ അടിമത്തങ്ങളിൽ നിന്ന് മോചിതമാകാനും പഠിപ്പിക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ച് കുട്ടികളെയും യുവാക്കളെയും ഒക്കെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അടിമത്തത്തിൽ ചെന്ന് പെടാനില്ല, നമുക്ക് അതിന് മുകളിൽ ഉയർന്നു നിൽക്കാൻ കഴിയണം. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കണം. അത് കാര്യക്ഷമതയും വേഗതയും മാത്രം നോക്കിയാൽ പല ഒരു കാര്യത്തിൽ ടെക്നോക്രാറ്റ്സ് ഒക്കെ അങ്ങനെ നോക്കും. കാര്യക്ഷമത, വേഗത, എങ്ങനെയാണ് ഇൻ്റർവ്യൂ എഴുതുമ്പോൾ കാര്യക്ഷമതയും വേഗതയൊക്കെയാണ് നോക്കുന്നത്. ആ ചിന്താഗതിക്ക് പകരം സ്നേഹത്തിലും പരസ്പര കരുതലിലും അധിഷ്ഠിതമായൊരു സ്നേഹ സംസ്കാരം, അതായത് സിവിലൈസേഷൻ ഓഫ് ലവ്, അത് കെട്ടിപ്പടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഊർജ്ജം ഉണ്ടാവുള്ളൂ, പുറത്തേക്ക് ശക്തി പ്രകൃതിക്കും. അപ്പം മനുഷ്യൻ്റെ ബലഹീനതകളും പരിമിതികളും പരസ്പര സഹകരണത്തിനും ബന്ധങ്ങൾക്കും വഴി ഉണ്ടാകുന്ന ഒരു വലിയ പരസ്പരം ചേർന്ന്, ഇപ്പം നമ്മുടെ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പരസ്പരം തുറന്നു പറയുമ്പോഴാണ്. ഇപ്പം നമ്മുടെ പരിമിതികൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. ഇപ്പം ചുരുക്കം സാങ്കേതിക വിദ്യയെ നിരാകരിക്കലല്ല, സഭ ഒരിക്കലും അങ്ങനല്ല. ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സംബന്ധങ്ങൾ സഭയൊന്നും നിരാകരിച്ചില്ല. അത് ഹൈപ്പോത്തിസായി നിൽക്കുന്ന വിജയിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതൊന്നും വേദപുസ്തകത്തിനെതിരായിട്ടൊന്നും പോകത്തൊന്നുമില്ല. ഏതെങ്കിലും സാഹചര്യം വന്നാലും ശരി, സഭ ഒരിക്കലും നിരാകരിക്കത്തില്ല. സത്യമായിരിക്കുന്നത് മാത്രമേ, ആ സത്യത്തിൽ മനുഷ്യൻ്റെ നന്മയ്ക്ക്, പൊതു നന്മയ്ക്ക്, അന്തസ്സിന് യോഗ്യമായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സാങ്കേതികവിദ്യ നിരാകരിക്കുകയല്ല, മറിച്ച് അതിന് മനുഷ്യത്വമുള്ളതാക്കി മാറ്റുകയാണ് സഭ ചെയ്യുന്നത്. മനുഷ്യത്വമുള്ളതാക്കി മാറ്റുക. അപ്പോൾ യന്ത്രങ്ങൾ എത്ര കാര്യക്ഷമമായാലും ഒരു മനുഷ്യമുഖത്തിന് നൽകാൻ കഴിയുന്ന സ്നേഹവും കരുണയും ഒന്നും പകരാൻ അതിന് കഴിയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം, യന്ത്രം യന്ത്രം തന്നെയാണ്. അതുകൊണ്ട് ഇനി ഇപ്പം കൂടി പറയാനുള്ളത് അടുത്ത ടോക്കിൽ നൽകുന്നതാണ്. ഈ ചാക്രിക ലേഖനം പഠനത്തിന് വിധേയമാക്കുന്നത് വളരെ നന്നായിരിക്കും. വിശദമായ ധ്യാനം വിധേയമാക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.